ഹായ് കൂട്ടുകാരെ, ഇത് ഞാൻ വീണ്ടും എത്തിയിട്ടോ. ഇന്നലെ പാൽക്കപ്പ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കപ്പ പല രീതിയിൽ ഉണ്ടാക്കും. കപ്പ ഒലത്തും, കപ്പ പുഴുക്ക് വയ്ക്കും, ഇറച്ചിയും കപ്പയും വയ്ക്കും ഒക്കെ. ഇത് പാൽക്കപ്പ എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാനത് യൂട്യൂബ് അടിച്ചു നോക്കി. യൂട്യൂബ് അടിച്ചു നോക്കിയപ്പോൾ ഞാൻ കപ്പ ഉണ്ടാക്കിയപ്പോൾ അതിനാദ്യം ഇഞ്ചി ചേർത്തിട്ടാണ് അവരുണ്ടാക്കി വയ്ക്കുന്നത്. പക്ഷെ അതിലൊക്കെ ടേസ്റ്റ് പിന്നെ വേറൊരാളുടെ ഞാൻ ഏതാണെന്ന് ഓർക്കുന്നില്ല, അയാളുടെ കപ്പയുടെ റെസിപ്പി എടുത്തു നോക്കി അത് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ആ ഒരു വേറെ ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ കപ്പ ഇങ്ങനെ തോല് പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് നുറുക്കണം. പിന്നെ വേണ്ടത് ഒരു തേങ്ങയുടെ പാലാണ് വേണ്ടത്. പിന്നെ ചുവന്നുള്ളി, കാന്താരിമുളക്, കടുക്, കറിവേപ്പില. അപ്പം ഞാനിതൊന്ന് ചെറുതായിട്ട് നുറുക്കിക്കൊണ്ട് വരും കേട്ടോ. വെള്ളം വെച്ചിട്ട് കുക്കറിൽ വെച്ച് ഒരു സ്റ്റീം അടിക്കണം. ഈ തരത്തിൽ ഉള്ള കഷ്ണാക്കണം കേട്ടോ. ചെറിയ കഷ്ണാക്കി കരിയാപ്പില ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് വെച്ചേക്കുക. ഇനി ഒരു സ്റ്റീം അടിക്കട്ടെ. സ്റ്റീം അടിച്ചിട്ട് ഇത് ഊറ്റിക്കൊണ്ടുവരണം. അതിന് ചില കപ്പകൾക്ക് കട്ടൊക്കെ കാണുമല്ലോ, കട്ടൊക്കെ മാറ്റി ഊറ്റിക്കൊണ്ടുവരട്ടെ. അപ്പോൾ അതേ കടുക് പൊട്ടിക്കാനിട്ടേക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. പിന്നെ ഇതാ വെന്ത് നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിക്കണം, ചുവന്നുള്ളി ഇടണം, കാന്താരിമുളക് ചതച്ചത്, അല്ലെങ്കിൽ മൂന്ന് പൊട്ടിത്തെറിക്കും, കറിവേപ്പില. ഇതെല്ലാം കൂടി ഇട്ട് മൂപ്പിച്ച ശേഷം ഒന്നാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടാം പാല് ചേർത്ത് അടുപ്പത്ത് വയ്ക്കും. അപ്പോൾ ഇത് കടുക് പൊട്ടിക്കട്ടെ കേട്ടോ. നന്നായി മൂത്ത മണം വരുന്നത് വരെ എന്നിട്ട് വേണം രണ്ടാം പാൽ ഒഴിക്കാൻ. നിൽക്കട്ടെ കേട്ടോ. ഇത് അങ്ങനെ രണ്ടാം പാൽ ഒഴിച്ചു. കപ്പ നന്നായിട്ട് ഉടച്ചു. എന്താ എല്ലാം കൂടെ ചേർന്ന് ഉപ്പും ചേർത്ത് ഒരു വെളുത്ത കറി കേട്ടോ. മീൻകറിയുടെ കൂടെ കഴിക്കാൻ നല്ലതാണ്, ചുമ്മയിൽ കഴിക്കാൻ നല്ലതാണ്. നന്നായിട്ട് വെന്തുടയണ കപ്പയാണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒന്നാം പാൽ ഒഴിക്കാൻ പോവാം. പയ്യൊന്ന് തള വരുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യും. എന്നിട്ടിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. എനിക്ക് കപ്പ വയ്ക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയാട്ടോ. കറിയായിട്ട് ഉപയോഗിക്കാം, ചുമ്മാ കഴിക്കാനും സുഖമാണ്. മീൻകറിയും കൂടെ വേണം. ചുമ്മാ കഴിക്കാനും കാന്താരിയുടെ എരിവുള്ളതുകൊണ്ട് നല്ല ടേസ്റ്റ്. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ. കണ്ടോ, പയ്യെ തിളച്ചു തുടങ്ങി. ഞാൻ ഓഫ് ചെയ്യാൻ പോവാം.